ധർമ്മടമുൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്ന് വി ജയരാജൻ വ്യക്തമാക്കിയ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. ഈസി വാക്കോവർ എവിടെയുമില്ല എന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും കടുത്ത പോരാട്ടവുമാണ് സൂചിപ്പിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മുന്നണികളെല്ലാം തന്നെ വിജയപ്രതീക്ഷകളുമായി രംഗത്തുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നതെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവായ വിലയിരുത്തൽ. ഇതേ സാഹചര്യത്തിലാണ് വി ജയരാജന്റെ പ്രസ്താവനയും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. സാധാരണയായി ശക്തമായ കോട്ടകളായി കണക്കാക്കപ്പെടുന്ന മണ്ഡലങ്ങളിലും ഇത്തവണ എളുപ്പവിജയം പ്രതീക്ഷിക്കാനാകില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ധർമ്മടം പോലുള്ള മണ്ഡലങ്ങൾ വർഷങ്ങളായി ഇടതുമുന്നണിയുടെ ശക്തികേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടവയാണ്. എന്നാൽ ഇത്തവണ അവിടെയും ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വന്നതായാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം, പ്രാദേശിക പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനം എന്നിവ ചേർന്നപ്പോൾ പല മണ്ഡലങ്ങളിലും മത്സരം കടുത്തതായെന്നതാണ് വിലയിരുത്തൽ. രാഷ്ട്രീയമായി സേഫ് സീറ്റുകൾ എന്ന ആശയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രചാരണഘട്ടത്തിൽ തന്നെ വിവിധ പാർട്ടികൾ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരണത്തിനെതിരായ വിമർശനങ്ങളും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഉയർത്തിയ വിഷയങ്ങളും വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയതായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും കൂടുതൽ തീവ്രമാകുകയാണ്. ഒരുപക്ഷം ഇടതുമുന്നണിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് വാദിക്കുമ്പോൾ മറ്റൊരു പക്ഷം ഭരണ തുടർച്ച ഉറപ്പാണെന്നാണ് അവകാശപ്പെടുന്നത്. ഈ തർക്കങ്ങൾക്കിടയിലാണ് വി ജയരാജന്റെ പ്രസ്താവന ഒരു യാഥാർത്ഥ്യബോധമുള്ള വിലയിരുത്തലായി കാണപ്പെടുന്നത്. ഈസി വോക്കോവർ ഇല്ല എന്ന വാക്കുകൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ സന്ദേശവുമുണ്ട്. തിരഞ്ഞെടുപ്പിൽ അലംഭാവം കാണിക്കാതെ അവസാന നിമിഷം വരെ പ്രവർത്തകരെ സജീവമാക്കാനുള്ള ശ്രമം കൂടിയാണിത്. വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷവും ഫലപ്രഖ്യാപനം വരെ പാർട്ടി പ്രവർത്തകരെ ആത്മവിശ്വാസത്തോടെ നിർത്താനും ഒരേ സമയം ജാഗ്രത പുലർത്താനും നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്താറുണ്ട്. ഇത്തവണത്തെ ഉയർന്ന വോട്ടിംഗ് ശതമാനവും മത്സരത്തിന്റെ കടുപ്പം വർദ്ധിപ്പിച്ച ഘടകമായി കാണപ്പെടുന്നു. പൊതുവെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഫലത്തിൽ അനിശ്ചിതത്വം വർദ്ധിക്കാറുണ്ട്. വിവിധ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടിംഗ് രീതിയിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലും ശക്തമാണ്. മറ്റൊരു പ്രധാന ഘടകം യുവ വോട്ടർമാരുടെ പങ്കാളിത്തമാണ്. തുറന്ന രാഷ്ട്രീയ ചർച്ചകളിൽ അത്ര പ്രകടമല്ലെങ്കിലും അവർ അവരുടെ വോട്ട് നിർണ്ണയിക്കുന്നതിൽ കൂടുതൽ സ്വതന്ത്രമായ സമീപനം സ്വീകരിക്കുന്നതായി നിരീക്ഷകർ പറയുന്നു. ഇത് പല മണ്ഡലങ്ങളിലും പരമ്പരാഗത വോട്ടിംഗ് പാറ്റേണുകൾക്ക് മാറ്റം വരുത്തിയിരിക്കാം. വി ജയരാജന്റെ പ്രസ്താവനയെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുമ്പോൾ അത് പ്രതിരോധപരമായൊരു നിലപാടായി ചിലർ കാണുന്നു. അതായത് ഫലത്തിൽ അനിശ്ചിതത്വമുണ്ടെന്ന തിരിച്ചറിവ് നേതൃനിരയിലുണ്ടാകാമെന്ന സൂചന. എന്നാൽ മറ്റൊരു പക്ഷം ഇത് സാധാരണ രാഷ്ട്രീയ പ്രതികരണമായി മാത്രമാണ് കാണുന്നത്. മത്സരമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും വിജയം സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസം നിലനിർത്താനുള്ള ശ്രമം. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും രാഷ്ട്രീയവാദാവിനെ കൂടുതൽ ചൂടേറിക്കുകയാണ്. ചിലർ ഇടതുമുന്നണിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് വാദിക്കുമ്പോൾ മറ്റുള്ളവർ ഇത്തരം വിലയിരുത്തലുകൾ അതിരുകടന്നതാണെന്നും അഭിപ്രായപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യം വ്യക്തമാകുന്നത് വോട്ടെണ്ണൽ ദിനത്തിലാണ്. ഒടുവിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രത്യേകത അനിശ്ചിതത്വം തന്നെയാണ്. ശക്തികേന്ദ്രങ്ങൾ പോലും വെല്ലുവിളി നേരിടുമ്പോൾ ഒരു മുന്നണിക്കും ഉറച്ച വിജയം ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വി ജയരാജന്റെ വാക്കുകൾ ഈ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമായി കാണാം. ഇനി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ഒരേ ഒരു ദിനത്തെയാണ്, ഫലപ്രഖ്യാപന ദിനം. അന്നു മാത്രമേ ഈസി വാക്കോവർ ഇല്ല എന്ന വിലയിരുത്തൽ എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമായി മനസ്സിലാകൂ.